അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ ADGP MR അജിത് കുമാറിനെ വിജിലൻസ് ചോദ്യം ചെയ്തു. ആഡംബര വീട് നിർമ്മാണത്തിൽ ഉൾപ്പെടെ വിവരങ്ങൾ തേടി. ഈ മാസം അവസാനത്തോടെ വിജിലൻസ് റിപ്പോർട്ട് കൈമാറിയേക്കും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എപ്പോഴായിരുന്നു ചോദ്യം ചെയ്യൽ? വിവരങ്ങൾ. അനധികൃത സ്വത്ത് സമ്പാദന ആരോപണവുമായി ബന്ധപ്പെട്ടാണ് ADGP MR അജിത് കുമാറിനെ വിജിലൻസ് ഇപ്പോൾ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്ത വരുന്നത്. ആഡംബര വീട് നിർമ്മാണത്തിൽ ഉൾപ്പെടെ വിവരങ്ങൾ തേടി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ മാസം അവസാനത്തോടെ ഇക്കാര്യത്തിൽ വിജിലൻസ് റിപ്പോർട്ട് കൈമാറിയേക്കും. നേരത്തെ PV അൻവർ MLA ഉൾപ്പെടെ ഇത്തരം ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നത് തൊട്ട് പിന്നാലെയായിരുന്നു ഇക്കാര്യത്തിൽ വിജിലൻസിനെ ഈ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയത്. ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, എപ്പോഴായിരുന്നു ഈ വിവരങ്ങൾ തേടൽ? എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? ADGP MR അജിത് കുമാറിനെ വിജിലൻസ് ചോദ്യം ചെയ്തു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ആഡംബര വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തേടി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ മാസം അവസാനത്തോടെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വിജിലൻസ് കൈമാറും. ഷഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഹലോ 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 നമുക്കറിയാം, ഈ വലിയ വിവാദങ്ങൾ വാർത്തയാകുന്നതിനിടെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് PV അൻവർ ക്രമസമാധാന ചുമതലയിൽ ഉണ്ടായിരുന്ന ADGP MR അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദന പരാതി DGPക്ക് ഉൾപ്പെടെ നൽകുന്നത്. മുഖ്യമന്ത്രിക്കും CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്കുൾപ്പെടെ ഈ MR അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു. ഈ പരാതിയിന്മേൽ സംസ്ഥാന പോലീസ് മേധാവിയാണ് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ നൽകിയത്. അങ്ങനെ വിജിലൻസ് മേധാവി ഇക്കാര്യം അന്വേഷിച്ച് വരികയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് MR അജിത് കുമാറിന്റെ MR അജിത് കുമാറിനെ ഇപ്പോൾ വിജിലൻസ് ചോദ്യം ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കവടിയാറിൽ MR അജിത് കുമാർ നിർമ്മിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ വീടുമായി ബന്ധപ്പെട്ട് അതൊരു ആഡംബര വീടാണെന്നും അദ്ദേഹത്തിന് എവിടെ നിന്ന് ഇത്രയും പണം കണ്ടെത്താനുള്ള സോഴ്സ് ഉണ്ടായി നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് PV അൻവർ പരാതിയിൽ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് പ്രധാനമായും നടന്നത്. ഇതിൽ ഈ ഇടപാടുകളുടെ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ MR അജിത് കുമാർ വിജിലൻസിന് മുൻപാകെ നൽകി എന്നുള്ളതാണ് വിവരം. നേരത്തെയും MR അജിത് കുമാർ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചത് തനിക്ക് താൻ വർഷങ്ങളായി സമ്പാദിച്ച പണം, അതേപോലെ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ചാണ് ഈ വീട് നിർമ്മാണം ആരംഭിച്ചത് എന്നുള്ളതാണ്. ഇത് വ്യക്തമാക്കുന്ന രേഖകൾ ഉൾപ്പെടെ MR അജിത് കുമാർ വിജിലൻസ് സംഘത്തിന് കൈമാറി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഈ മാസം അവസാനത്തോടുകൂടി സംസ്ഥാന സർക്കാരിന് കൈമാറും എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.